ഹലോ. അഹാന നായികയായ നാൻസി റാണി കണ്ടു. നാൻസി ഒരു ഒന്നൊന്നര കില്ലാടി തന്നെ. ചെറുപ്പത്തിലേ തുടങ്ങി നാൻസിയുടെ വീരശൂര പരാക്രമങ്ങൾ. ചെറുപ്പത്തിൽ മമ്മൂട്ടിയെ സ്റ്റേജിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് തുടക്കം. പിന്നെ അത് കഴിഞ്ഞ് ആ സ്റ്റേജിൽ നിന്നുള്ള ഒരു ചാട്ടമുണ്ട്. അതൊരു ചാട്ടമല്ല, ഒരു ഒന്നൊന്നര പറക്കലാണ്. ചെറുപ്പത്തിലേ തുടങ്ങി നാൻസിക്ക് പറക്കാനുള്ള മോഹം. പിന്നെ ആ ജീവിതത്തിൽ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെ! കോപ്പിയടി, മുത്തച്ഛനെ വെള്ളം കുടിപ്പിക്കൽ, സഹപാഠികളെ വഴിതെറ്റിക്കൽ, പഠിപ്പിക്കുന്ന സാറിനെ കോമാളിയാക്കൽ, ബന്ധുകൂടിയായ മദറിനെ വട്ടം ചുറ്റിക്കൽ, സ്നേഹിച്ചു പുറകെ നടക്കുന്നതിനെ പമ്പരം ചുറ്റിക്കൽ, പള്ളിയിലച്ഛനെ സദാചാര വിരുദ്ധനാക്കൽ, ഫാൻസി അസോസിയേഷൻ പരിപാടികൾ, ഷോ നടത്തൽ. ഞാൻ പറഞ്ഞില്ലേ, നിന്ന് വിരിയാൻ സമയമില്ല. ഇതിനിടയിലാണ് സിനിമാ മോഹം. ഭയങ്കര കേമിയാണ്. എന്തൊക്കെ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുന്നത്. ഓഡീഷൻ ചെയ്യുന്ന ആളെ വിനോദയാത്രയിൽ ദിലീപ് പറയുന്നത് പോലെ നിന്ന നിപ്പിലല്ലേ കയ്യിലെടുത്തത്. മദറിനോടും മുത്തച്ഛനോടും എന്തൊക്കെ ചെയ്തു. പക്ഷെ എന്തൊക്കെ ചെയ്താലും അവർക്കൊക്കെ ഭയങ്കര വാത്സല്യമാണ്. ചുമ്മാ ഇക്കണ്ട പണിയൊക്കെ ഒറ്റ സ്ട്രെച്ചിലാണ് അഹാന ഫസ്റ്റ് ഹാഫിൽ ചെയ്തു തീർത്ത്. വെറുതെ ആ കുട്ടിയെ കുറ്റം പറയില്ലേ, ആരായാലും പാടിപ്പോവും. ഈ വക പെണ്ണുങ്ങൾ ഭൂമിയിലുണ്ടോ? മാനത്തുനിന്നെങ്ങാനും പൊട്ടി വീണോ? അയ്യോ സോറി, മാനത്തുനിന്ന് പൊട്ടി വീണതല്ല, മാനത്തേക്ക് പറക്കുകയല്ലേ. അവിടുന്ന് എങ്ങാനും താഴേക്ക് വീണല്ലോ. ഒന്നല്ല 2 പ്രാവശ്യം. അങ്ങനെ സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും ആള് വീണു. നാൻസി ഒന്ന് അടങ്ങി. പിന്നെ ഹോസ്പിറ്റലായി, പരിശോധനയായി, കരച്ചിലായി, പിഴിച്ചിലായി, ശോകാനമായി. അയ്യോ സ്പോയിലർ. ശേഷം സ്ക്രീനിൽ. നമ്മൾ ഈ സിനിമ കണ്ടു തീർക്കാൻ പാടുപെട്ടപ്പോൾ ഇതിൽ അഭിനയിച്ചു തീർക്കാൻ അഹാന മാനസികമായി വല്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നിയത്. അഹാനയുടെ അഭിനയ മികവ് ലൂക്ക, അടി തുടങ്ങിയ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എനിക്ക് അഹാനയെ കുറ്റം പറയാൻ തോന്നിയില്ല. ആ ഒരു കോസ്റ്റ്യൂമോ ഔട്ട്ലുക്കും ഒക്കെ എനിക്ക് ഇഷ്ടമായി. കിട്ടിയ റോൾ ഭംഗിയായി ചെയ്യാൻ അഹാന ശ്രമിച്ചിട്ടുമുണ്ട്. അഹാനയുടെ അഭിനയം വല്ലാതെ ക്രിഞ്ചായി തോന്നുന്നുണ്ടെങ്കിൽ അത് ആ ഒരു ക്യാരക്ടറൈസേഷന്റെ പിഴവായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ സിനിമയിൽ അഹാനയുടെ അവസ്ഥ തന്നെയാണ് ലെനക്കുമുള്ളത്. 2 ക്യാരക്ടേഴ്സും കൂടി നമ്മളെ ബോറടിപ്പിച്ച് കൊന്നു. അഹാനയുടെ മുത്തച്ഛനായി തന്റെ റോൾ ലാൽ കുഴപ്പമില്ലാതെ ചെയ്തു. എനിക്ക് സണ്ണി വെയിന്റെയും അജു വർഗീസിന്റെയും ക്യാരക്ടേഴ്സ് ഇഷ്ടപ്പെട്ടു. അവരെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. മല്ലികയും അർജുന അശോകനും കൊള്ളാം. പിന്നെ ചെറിയൊരു സീനിൽ ശ്രീനിവാസനും ധ്രുവനുമുണ്ട്. ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഹാഫ് ഭേദമാണ്. അഹാനയുടെ ഒരു ഡാൻസ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു ഡ്രസ്സും കൊള്ളാം. അഹാന നന്നായി ചെയ്തിട്ടുണ്ട്. സിനിമ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.